നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 5-അംഗ ഉപസമിതി പരിശോധന നടത്തി. സീപ്പേജ് വെള്ളത്തിന്റെ അളവ് രേഖപ്പെടുത്തിയതിനു പുറമെ ഷട്ടറുകളുടെ പ്രവർത്തനക്ഷമതയും ഉപസമിതി പരിശോധിച്ചു. നിലവിൽ അണക്കെട്ടിലെ ജലനിരപ്പ് 127 അടി പിന്നിട്ടു. തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ കാർഷികോൽപ്പന്ന ബ്രാൻഡായ സഖിയുടെ 2ാം ഘട്ട വികസന പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. സഹകരണ മേഖലയിൽ ഒരു സ്ഥാപനത്തെ എങ്ങനെ വളർത്തി വലുതാക്കാമെന്നതിന്റെ ഉദാഹരണമാണ് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ സഖിയ ബ്രാൻഡ് എന്ന് മന്ത്രി. പീരുമേട് പട്ടുമല ഹാരിസൺ പ്ലാന്റേഷൻ വക ഫാക്ടറിയിൽ തേയില സംസ്കരിക്കുന്ന മെഷീനിടയിൽപ്പെട്ട് തൊഴിലാളി മരിച്ചു. മരിച്ചത് പട്ടുമല എസ്റ്റേറ്റ് ലയത്തിൽ താമസക്കാരനായ രാജേഷ്. കടുത്ത വരൾച്ചയ്ക്ക് പിന്നാലെ ശക്തമായ മഴയും കീടബാധയും കാർഷിക മേഖലയ്ക്ക് തിരിച്ചടി സമ്മാനിക്കുന്നു. രോഗബാധയും പ്രതികൂല കാലാവസ്ഥയും മൂലം ഏലച്ചെടികൾ നശിക്കുന്ന അവസ്ഥ. ഇതോടെ കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി ഏലം കർഷകർ. വിശദമായ വാർത്തകൾ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 5-അംഗ ഉപസമിതി പരിശോധന നടത്തി. സീപ്പേജ് വെള്ളത്തിന്റെ അളവ് രേഖപ്പെടുത്തിയതിനു പുറമെ ഷട്ടറുകളുടെ പ്രവർത്തനക്ഷമതയും പരിശോധിച്ചു. നിലവിൽ അണക്കെട്ടിലെ ജലനിരപ്പ് 127 അടി പിന്നിട്ടു. 71 ലിറ്റർ പെർ മിനിറ്റാണ് അണക്കെട്ടിലെ സ്വീപ്പേജ് വെള്ളത്തിന്റെ അളവ്. 13-ൽ 3 ഷട്ടറുകളും സംഘം ഉയർത്തി പരിശോധിച്ചു. അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് സമിതി അംഗങ്ങൾ ഡാമിൽ പരിശോധന നടത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ തേക്കടിയിൽ 14.8 മില്ലിമീറ്റർ മഴയും മുല്ലപ്പെരിയാറിൽ 16.6 മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തി. ഉപസമിതി ചെയർമാൻ ബി സതീഷിന് പുറമെ കേരള പ്രതിനിധികളായ അനിൽ, കിരൺ എന്നിവരും തമിഴ്നാട് പ്രതിനിധികളായ സാം ഇർവിൻ, ടി കുമാർ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. നിലവിൽ ഒരാഴ്ചക്കിടെ 7 അടിയിലധികം വെള്ളം അണക്കെട്ടിൽ ഉയർന്നിട്ടുണ്ട്. ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും സമിതി അംഗങ്ങളുടെ പരിശോധന അണക്കെട്ടിൽ ഉണ്ടാകും. സഹകരണ മേഖലയിൽ ഒരു സ്ഥാപനത്തെ എങ്ങനെ വളർത്തി വലുതാക്കാം എന്നതിന്റെ ഉദാഹരണമാണ് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ സഖിയ ബ്രാൻഡ് എന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ കാർഷികോൽപ്പന്ന ബ്രാൻഡായ സഖിയുടെ 2ാം ഘട്ട വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തങ്കമണി ഗ്രാമത്തിന് മാത്രമല്ല ജില്ലയ്ക്ക് മൊത്തം അഭിമാനിക്കാൻ കഴിയുന്ന സംരംഭമാണിത്. നാടിന്റെ കരുത്ത് തെളിയിക്കാൻ ഉതകുന്ന സംരംഭമായി സഖിയ ബ്രാൻഡിനെ മാറ്റാൻ ബാങ്കിന് കഴിഞ്ഞു. ചെറിയ രീതിയിൽ തുടങ്ങിയ വ്യവസായ സ്ഥാപനം വലിയ സ്ഥാപനമായി മാറിയതിന്റെ ഉദാഹരണമാണിത്. ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിലേക്ക് എത്തിക്കുന്ന ഇടമായി തങ്കമണി ഗ്രാമത്തെ മാറ്റിത്തീർക്കാൻ സഖിക്കും ബാങ്കിനും കഴിയട്ടെയെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഒരു നല്ല വ്യവസായ സ്ഥാപനം ചെറിയ തോതിൽ തുടങ്ങിയെങ്കിലും ഇന്നൊരു വൻകിട സ്ഥാപനമായി അത് മാറി. ഇത് കാണിക്കുന്നത് വരുന്ന 8-10 വർഷക്കാലം കൊണ്ട് ഇവിടെ നിന്ന് ലോകത്തിൻ്റെ ഏത് പ്രദേശത്തേക്കും നിങ്ങൾക്ക് കയറ്റി അയക്കാൻ പറ്റുന്ന കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ രൂപപ്പെടുത്തി പാക്ക് ചെയ്ത് കണ്ടെയ്നറുകൾ ഇവിടെ വന്ന് നേരിട്ട് എടുക്കുന്ന കാഴ്ച കാണാൻ തങ്കമണിക്ക് ഭാഗ്യമുണ്ടാക്കി തരുന്നൊരു സ്ഥാപനമായി ഇത് മാറുന്നു എന്നുള്ളതാണ്. സഖ്യ ഡ്രൈ ഫ്രൂട്ട്സ് യൂണിറ്റ്, കാപ്പിപ്പൊടി ഉൽപാദന യൂണിറ്റ്, സഖ്യ ഫുഡ് മാർക്കറ്റിംഗ് യൂണിറ്റ്, അത്യാധുനിക തേയില ബ്ലെൻഡിംഗ് യൂണിറ്റ് എന്നിവയാണ് 2ാം ഘട്ട വികസന പദ്ധതികളുടെ ഭാഗമായി ഉദ്ഘാടനം ചെയ്തത്. 5.61 കോടി രൂപയാണ് ആകെ പദ്ധതി ചിലവ്. 130 കോടി രൂപ പ്രവർത്തന മൂലധനവും 105 കോടി രൂപ വായ്പയുമാണ് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിനുള്ളത്. ബാങ്ക് പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. എം മണി MLA മുഖ്യപ്രഭാഷണം നടത്തി. സഖ്യ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഉൽപ്പന്നത്തിന്റെ ആദ്യ വിൽപ്പന ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് നിർവഹിച്ചു. ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഏറ്റുവാങ്ങി. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ്, വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട്, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിസി തോമസ്, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ സൈബിച്ചൻ തോമസ്, CM തങ്കച്ചൻ, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പീരുമേട് പട്ടുമല ഹാരിസൺ പ്ലാന്റേഷൻ വക ഫാക്ടറിയിൽ തേയില സംസ്കരിക്കുന്ന മെഷീനിടയിൽപ്പെട്ട് തൊഴിലാളി മരിച്ചു. പട്ടുമല എസ്റ്റേറ്റ് ലയത്തിൽ താമസക്കാരനായ രാജേഷാണ് മരിച്ചത്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഫാക്ടറിയുടെ പ്രവർത്തനം. രാവിലത്തെ ജോലി ഷിഫ്റ്റിന് എത്തിയതായിരുന്നു രാജേഷ്. തേയില ഫാക്ടറിക്കുള്ളിലെ മെഷീനുള്ളിൽ ഇടുന്നതിന് മുമ്പായി തേയില അരയ്ക്കുന്ന റോദ വൃത്തിയാക്കേണ്ടതുണ്ട്. മെഷീൻ ഓൺ ചെയ്തു വെച്ചതിന് ശേഷം റോദ രാജേഷ് വൃത്തിയാക്കുകയായിരുന്നു. ഇതിനിടയിലാണ് അപകടം സംഭവിച്ചത്. മെഷീന്റെയും ഫാക്ടറി കെട്ടിടത്തിന്റെ ഇരുമ്പ് നിർമ്മിത ഫില്ലറിനും ഇടയിലായ രാജേഷിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ രാജേഷ് മരിച്ചു. എന്നാൽ ജോലി തുടങ്ങുന്ന സമയമായിരുന്നതിനാൽ മറ്റു തൊഴിലാളികൾ സംഭവം അറിഞ്ഞില്ല.
പിന്നീട് സംഭവം ശ്രദ്ധയിൽപ്പെട്ട മറ്റു തൊഴിലാളികൾ രാജേഷിനെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ഫാക്ടറി പൂർണ്ണമായും അടച്ചു. രാജേഷിന്റെ മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കട്ടപ്പന ആനകുത്തിയിൽ 8 വയസ്സുള്ള പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ജാർഖണ്ഡ് സ്വദേശിനി ബബിത കോൾ ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത്. കൂടെ താമസിക്കുന്നവർ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് 6 പേർ കോട്ടയം സ്വദേശിയുടെ ആനകുത്തിയിലുള്ള ഏലത്തോട്ടത്തിൽ ജോലിക്കെത്തിയത്. സഹോദരിയുടെ കൂടെയാണ് ബബിത കോൾ ഇവിടെ എത്തിയതെന്ന് തോട്ടമുടമ പറഞ്ഞു. മറ്റുള്ളവരും നമുക്കറിയില്ലായിരുന്നു. ഇങ്ങനെ കൊച്ചിനെ ഏതാണ്ട് അസുഖം ഏതാണ്ട് കൊച്ചിനെ അനക്കയില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് ജീപ്പ് എടുത്ത് അവിടെ ജീപ്പ് കിടന്നു. അതെടുത്തോണ്ട് ഇവിടെ വന്ന് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങളെന്ന് ആശുപത്രി പോയി. അത് ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ആശുപത്രിയിലില്ലായിരുന്നു. എത്ര ദിവസം ഇവിടെ പണിക്ക് വന്നിട്ട്? ഇവർ ഇന്നലെ ഒരു ദിവസം നമ്മളോട് അവർ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞിട്ടുണ്ടാവും വന്നത്. വന്നിട്ട് ഇവിടെയും പണിയും നിർത്തി വെച്ചിരിക്കുകയാണ് കാറ്റായ. സംഭവത്തിൽ കട്ടപ്പന പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. കടുത്ത വരൾച്ചയ്ക്ക് പിന്നാലെ ശക്തമായ മഴയും കീടബാധയും കാർഷിക മേഖലയ്ക്ക് തിരിച്ചടി സമ്മാനിക്കുന്നു. രോഗബാധയും പ്രതികൂല കാലാവസ്ഥയും ഏലച്ചെടികൾ നശിക്കുന്നതിന് കാരണമാകുകയാണ്. ഇതോടെ കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാവുകയാണ് ഏലം കർഷകർ. കഴിഞ്ഞ വേനലിലെ കൊടിയ വരൾച്ചയിൽ ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്ക് വലിയ നാശമാണ് ഉണ്ടായത്. പല മേഖലയിലെയും ഏലം ഉൾപ്പെടെയുള്ള കൃഷിയിടങ്ങൾ തരിശുഭൂമികൾക്ക് സമമായി. ഇതോടെ കാർഷിക മേഖലയ്ക്കുണ്ടായ പ്രതികൂല അവസ്ഥ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ വിവിധ മന്ത്രിമാരടക്കം ജില്ലയിലെ കൃഷിയിടങ്ങളിൽ സന്ദർശനത്തിനെത്തിയിരുന്നു. കൃഷിനാശത്തിൽ കർഷകർക്കുള്ള നഷ്ടപരിഹാര ആനുകൂല്യങ്ങളുടെ നടപടികൾ നടന്നുവരുന്നതിനിടയിലാണ് കാലവർഷം ശക്തി പ്രാപിച്ചത്. ഇതോടെ കാർഷിക മേഖല പാടെ നശിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ. വരൾച്ചയിലെ കൃഷിനാശത്തിൽ അവശേഷിച്ചതും കർഷകരുടെ കഠിന പ്രയത്നത്തിലൂടെ സംരക്ഷിക്കപ്പെട്ടതുമായ കൃഷികൾ കാലവർഷ മഴയിൽ നശിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിൽ. മഴക്കാലമായതോടെ ചീയൽ രോഗബാധയിലാണ് ഏലം മേഖല. അഴുകൽ രോഗത്തിലും തട്ടമിറച്ചിലും ഹൈറേഞ്ചിലെ പല കൃഷിയിടങ്ങളിലും അവശേഷിച്ച ഏലച്ചെടികൾ നശിക്കുകയാണ്. ഒപ്പം മഞ്ഞച്ചിമ്പും ഇരുട്ടടി നൽകുന്നതായി കർഷകർ പറയുന്നു. ഏപ്രിൽ മെയിലേക്ക് ഭയങ്കര വെയിലായിരുന്നു. 39 ഡിഗ്രി. ഏലത്തിന് പറ്റാത്ത ഇതാണ്. അപ്പം ചെടി മൊത്തം വെന്തു വെള്ളം ഉണങ്ങി ഇതുപോലെ കംപ്ലീറ്റ് ഉണങ്ങിയപ്പം ഇപ്പം മഴ തുടങ്ങി. ജൂണിൽ ഫസ്റ്റ് വീക്ക് തുടങ്ങിയിട്ട് രണ്ടാമത് വന്നപ്പോൾ തന്നെ ഇപ്പോൾ കാറ്റായി. അതിന് ഇടയ്ക്ക് ഈ കിളങ്ങ് മൊത്തം ഉള്ളത് കൊണ്ട് മൊത്തം അളുകളായിട്ട് ചെടി ഇപ്പം ഇപ്പോഴത്തെ ചിമ്പടിച്ച് വരുന്നതുള്ളൂ. അതിന് മുമ്പ് ഈ കാറ്റടിച്ച് എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. ഈ അടുത്ത വർഷം ഇനി നമുക്ക് നോക്കണ്ട. ഇത് ഈ ചെമ്പ് ഇതിരിക്കുകയല്ലേ ഈ ചെമ്പ്. ഇത് നമുക്ക് ജനുവരിയിലാകുള്ളൂ. ഇത് കായുണ്ടെങ്കിൽ ജനുവരിയിലാകുള്ളൂ. ഇപ്പോൾ ജനുവരി മുകളിൽ നോക്കിയാൽ മതി. ഈ കൊള്ള ആദായമൊന്നുമില്ല. ഇപ്പോൾ ഏലക്കായ്ക്ക് വിപണിയിൽ മെച്ചപ്പെട്ട വില ലഭിക്കുന്നുണ്ട്. എന്നാൽ കർഷകർക്ക് വിപണിയിലേക്ക് എത്തിക്കാൻ ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാൻ ഏലച്ചെടികളും ഇല്ലാത്ത അവസ്ഥയാണ്. ജില്ലയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് തന്നെ ക്ഷതമേൽപ്പിക്കുന്ന തരത്തിലാണ് കാർഷിക മേഖലയുടെ നിലവിലെ അവസ്ഥ. വേനലിൽ ഏലച്ചെടികൾ പൂർണ്ണമായി നശിച്ചതോടെ ഏലത്തട്ടകളുടെ ക്ഷാമം നേരിടുന്നുണ്ട്. തുടർന്ന് വലിയ വില നൽകിയാണ് കർഷകർ ഏലത്തട്ടകൾ കൃഷിയിടത്തിലേക്ക് എത്തിച്ചത്. എന്നാൽ ഇവയും നശിക്കുന്ന സ്ഥിതിയാണിപ്പോൾ. വരും ദിവസങ്ങളിലും മഴ ശക്തമായി തുടർന്നാൽ ഏലം മേഖലയ്ക്ക് ഇത് വലിയ നഷ്ടമാകും. കൂടാതെ പല കർഷകരും ഏലം മേഖലയിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച CPI ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ LDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം തിരികെ കൊണ്ടുവരാനുള്ള നടപടി നാളിതുവരെ സർക്കാർ നടപ്പിലാക്കിയില്ലെന്ന് കെ സലീംകുമാർ ആരോപിച്ചു. രാജകുമാരിയിൽ നടന്ന ജോയിന്റ് കൗൺസിൽ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം തിരികെ കൊണ്ടുവരാനാകുന്ന നടപടി സ്വീകരിക്കണമെന്നും ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുവാനുള്ള നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും കെ സലീംകുമാർ ആവശ്യപ്പെട്ടു. രാജകുമാരിയിൽ നടന്ന ജോയിന്റ് കൗൺസിൽ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സലീംകുമാർ. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഈ സമ്മേളനത്തിലൂടെ ഞാൻ കേരളത്തിലെ ഗവൺമെന്റിനോട് മുഖ്യമന്ത്രിയോടും ആവശ്യപ്പെടുകയാണ്.
ഒരു ശമ്പള പരിഷ്കരണത്തിന് വേണ്ടി നമ്മുടെ സംഘടന കൂട്ടായിട്ടും അല്ലെങ്കിൽ ഗവൺമെന്റിന് മുമ്പിൽ നിലപാട് സ്വീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ശമ്പള പരിഷ്കരണം നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കി പ്രതിസന്ധിക്കിടയിലും. പക്ഷെ ആ പ്രതിസന്ധിക്കിടയിലും, സാമ്പത്തിക പ്രതിസന്ധിയുടെ ഇടയിലും ശമ്പള പരിഷ്കരണം നമ്മൾ നടപ്പിലാക്കിയെങ്കിലും ആ ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങൾ നമ്മുടെ കൈകളിലേക്ക് ലഭ്യമായിട്ടില്ല. ആ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നമുക്ക് തന്നു തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള നിലപാട് കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും സജീവമായിട്ട് പരിഗണിച്ചുകൊണ്ടുണ്ടാകേണ്ടതായിട്ടുണ്ട്. മെയ് മാസത്തിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് മേഖലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ജില്ലാ സമ്മേളനങ്ങൾ നടന്നുവരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇടുക്കി ജില്ലാ സമ്മേളനം രാജകുമാരിയിൽ നടന്നത്. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ ജോയിന്റ് കൗൺസിൽ ചെയർമാൻ KP ഗോപകുമാർ, പ്രിൻസ് മാത്യു, MJ ജോസ്, KV സാജൻ, KS രാകേഷ്, PT ഉണ്ണി, ആൻസ് ജോൺ, KV സാജൻ, DK സജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. കനത്ത മഴയെ തുടർന്ന് ഗ്യാപ് റോഡിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ചിന്നക്കനാലിലെ വിദ്യാർത്ഥികൾ. മൂന്നാറിൽ നിന്നും ദേവികുളത്തു നിന്നും ചിന്നക്കനാലിലെത്തി പഠിക്കുന്ന കുട്ടികൾ ഗ്യാപ് റോഡ് അടച്ചതോടെ കിലോമീറ്ററുകൾ കൂടുതലായി സഞ്ചരിക്കണം. ദേവികുളം താലൂക്കിൽ മാത്രമായി അവധി പ്രഖ്യാപിക്കുമ്പോഴും പ്രതിസന്ധിയുണ്ട്. കനത്ത മഴയും മണ്ണിടിച്ചിൽ സാധ്യതയും കണക്കിലെടുത്താണ് ജില്ലാ ഭരണകൂടം ദേവികുളം ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ രാത്രിയാത്രയ്ക്കായിരുന്നു നിയന്ത്രണമെങ്കിൽ ഇപ്പോൾ പകൽ സമയത്തും യാത്ര അനുവദനീയമല്ല. ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ചിന്നക്കനാൽ മേഖലയിലെ സ്കൂളുകളിൽ പഠനം നടത്തുന്ന മൂന്നാർ മേഖലയിലെ വിദ്യാർത്ഥികൾ. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളുമായി ഗ്യാപ് റോഡിലൂടെ കടന്നു പോകാനെത്തിയ സ്കൂൾ ബസ് പോലീസ് മടക്കി അയച്ചിരുന്നു. തുടർന്ന് മറ്റൊരു വഴിയെ സഞ്ചരിച്ചാണ് സ്കൂളിൽ എത്തിയത്. ഗ്യാപ് റോഡിൽ യാത്രാ നിരോധനമുണ്ടാകുന്ന എല്ലാ മഴക്കാലത്തും ചിന്നക്കനാലിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇരട്ടിയിലധികം കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ച് വേണം കുട്ടികൾക്ക് വിദ്യാലയത്തിലെത്താൻ. ചെറിയ ക്ലാസുകളിലെ കുട്ടികളും ഇത്തരത്തിൽ യാത്ര ചെയ്യണം. മഴ കനക്കുമ്പോൾ ദേവികുളം താലൂക്കിൽ അവധി പ്രഖ്യാപിക്കുകയും ഉടുമ്പൻചോല താലൂക്കിൽ അവധി പ്രഖ്യാപിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യവും വിദ്യാർത്ഥികളെ വലയ്ക്കും. അതേസമയം മണ്ണിടിച്ചിലിൽ ഇടിഞ്ഞെത്തിയിട്ടുള്ള പാറക്കല്ലുകൾ മഴ കുറയുന്ന മുറയ്ക്ക് മാത്രമേ പൊട്ടിച്ചു നീക്കാനാകൂവെന്ന് ദേവികുളം സബ് കളക്ടർ പറഞ്ഞു. നമ്മുടെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഗ്യാപ് റോഡ് അടച്ചിരിക്കുകയാണ്. അവിടുത്തെ അപകട സാധ്യത നിലവിലുള്ളതുകൊണ്ട് മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ട്. അതിനകത്തൊരു പാറ പൊട്ടിച്ചു നീക്കുന്നതിലും തടസ്സമുണ്ട്. അത് നിലവിൽ NHന്റെ അടുത്ത് ആ പാറ പൊട്ടിച്ച് നീക്കാൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു ബ്ലാസ്റ്റ് വഴി ആ പാറ നീക്കം ചെയ്യാൻ സാധിക്കില്ല. മഴയൊന്ന് ശമിച്ചതിന് ശേഷം മാത്രമേ ആ പാറ നീക്കാൻ സാധിക്കുകയുള്ളതാണ് NH അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതുവരെ നമുക്ക് അതുവഴിയുള്ള വാഹനം നമുക്ക് ഒരു കാരണവശാലും കടത്തിവിടാൻ പാടുള്ളതല്ല. കാരണം അതിനുള്ള കർശനമായിട്ടുള്ള ഡയറക്ഷൻ ബന്ധപ്പെട്ട DYSPക്കും 2 കൺസേൺഡ് SHOമാർക്കും നൽകിയിട്ടുള്ളതാണ്. ആ വഴിയുള്ള യാത്ര ശരിക്കും ഈ ഒരു കാലാവസ്ഥ ഇങ്ങനെ മഴ നിൽക്കുന്ന സാഹചര്യത്തിൽ വളരെയധികം അപകടം നിറഞ്ഞൊരു ഭാഗം കൂടിയാണത്. നിലവിൽ ദേവികുളം മുതൽ ചിന്നക്കനാൽ പവർ ഹൗസ് വരെയുള്ള ഭാഗത്താണ് യാത്രാ നിരോധനമുള്ളത്. കരുണാപുരത്ത് മരം വീണ് വീട് തകർന്നു. കരുണാപുരം ഇടത്തറമുക്ക് സ്വദേശി ഇസ്മയിലിന്റെ വീടാണ് തകർന്നത്. അപകടത്തിൽ ഇസ്മയിലിന്റെ ഭാര്യ അൽസലിനയ്ക്ക് പരിക്കേറ്റു. മരം വീണതിനെ തുടർന്ന് ഷീറ്റ് പൊട്ടി തലയിലേക്ക് പതിച്ചാണ് പരിക്കേറ്റത്. പരിക്ക് ഗുരുതരമല്ല. കുടുംബാംഗങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആയിരുന്നു അപകടം. ഇവരെ അടുത്ത വീട്ടിലേക്ക് മാറ്റി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ. ക്യാമ്പ് തുറക്കേണ്ടുന്ന സാഹചര്യമുണ്ടായാൽ അതിനായി വേണ്ടുന്ന ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളതായും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നതായും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു. മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുകയും മഴ തുടർച്ചയായി പെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങളും ജാഗ്രത പുലർത്തിപ്പോരുന്നുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ക്യാമ്പ് തുറക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനായി വേണ്ടുന്ന ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളതായും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നതായും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം വ്യക്തമാക്കി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ജാഗ്രതാ സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി നടന്നു വരുന്നു. വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിനുള്ള ശ്രമങ്ങൾ പഞ്ചായത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഈ മേഖലയിലൊക്കെ പ്രത്യേകിച്ച് ആദിവാസി കുടികൾ ഉൾപ്പെടുന്ന മേഖലയിലൊക്കെ പ്രവർത്തനങ്ങൾ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ കാര്യക്ഷമമായി നടക്കുന്നു. പഞ്ചായത്ത് കൺട്രോളും ഓൾറെഡി തുറന്നിട്ടുണ്ട്. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ മരം വെട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ NHുമായി ബന്ധപ്പെട്ടുകൊണ്ടും 2 NHുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. തുടർന്നും വളരെ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നാണ് പഞ്ചായത്തിന് വേണ്ടി അറിയിക്കാവുന്നത്.
റാപ്പിഡ് റെസ്പോൺസ് ടീം അടിമാലി ഗ്രാമപഞ്ചായത്തിലും സജ്ജമാണ്. വാർഡുകൾ കേന്ദ്രീകരിച്ചും പഞ്ചായത്ത് ജാഗ്രത പുലർത്തിപ്പോരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ പഞ്ചായത്ത് പരിധിയിലെ വിവിധയിടങ്ങളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. മഴ തുടരുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് പരിധിയിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയിലെ നേര്യമംഗലം വനമേഖലയിലൂടെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടവും നിർദ്ദേശിച്ചിട്ടുണ്ട്. ദേശീയ സേവാഭാരതി ഇടുക്കി ജില്ലാ പ്രതിനിധി സമ്മേളനം ജൂലൈ 21 തീയതി ഞായറാഴ്ച കട്ടപ്പനയിൽ നടക്കും. സരസ്വതി വിദ്യാപീഠം സ്കൂളിൽ നടക്കുന്ന സമ്മേളനം തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റോബിൻ ജോസഫ് എബ്രഹാം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ സേവാഭാരതി ഇടുക്കി ജില്ലാ പ്രതിനിധി സമ്മേളനമാണ് കട്ടപ്പനയിൽ സംഘടിപ്പിക്കുന്നത്. ഞായറാഴ്ച സരസ്വതി വിദ്യാപീഠം സ്കൂളിൽ നടക്കുന്ന സമ്മേളനം തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റോബിൻ ജോസഫ് എബ്രഹാം ഉദ്ഘാടനം ചെയ്യും. 2024-25 വർഷങ്ങളിൽ ജില്ലയിൽ നടപ്പാക്കുന്ന കർമ്മ പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനും സമയബന്ധിതമായി നടപ്പാക്കുന്നതിനുമാണ് സമ്മേളനം ചേരുന്നത്. മാനവസേവ മാധവസേവ എന്ന ആപ്തവാക്യം ഉയർത്തിയാണ് സേവാഭാരതി പ്രവർത്തിക്കുന്നത്. പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലയിലെ 52 പഞ്ചായത്തുകളിലെയും 2 നഗരസഭകളിലും പ്രവർത്തിക്കുന്ന എല്ലാ യൂണിറ്റിന്റെയും ഭാരവാഹികൾ പങ്കെടുക്കുമെന്ന് പ്രവർത്തകർ അറിയിച്ചു. ദേശീയ സേവാഭാരതി ഇടുക്കി ജില്ലയുടെ പ്രതിനിധി സമ്മേളനമാണ് 2024 ജൂലൈ 21 തീയതി ഞായറാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെ കട്ടപ്പന സരസ്വതി വിദ്യാപീഠ സ്കൂളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. കേരളത്തിൽ നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തനം തുടങ്ങി 2018 പ്രളയ സമയത്തൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ ദേശീയ സേവാഭാരതിയുടെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സമ്മേളനം നടക്കുന്നത്. കഴിഞ്ഞ ജില്ലാ സമ്മേളനം അടിമാലിയിൽ വെച്ചാണ് നടത്തപ്പെട്ടിരുന്നത്. അപ്പം നമുക്ക് ഈ വർഷം നമ്മുടെ ഇടുക്കി ജില്ലയ്ക്കാണ് പ്രതി സമ്മേളനം വയ്ക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ മുതൽ അതിൻ്റെ പരിപാടികൾ തുടങ്ങുകയും അപ്പം നമുക്ക് പ്രധാനമായിട്ട് ആരോഗ്യം, വിദ്യാഭ്യാസം, സാമാജിക സ്വാവലംബൻ, ആപൽ സേവ തുടങ്ങിയ 5 വിഭാഗങ്ങളിലായിട്ടാണ് നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ നടത്തപ്പെട്ട് കൊണ്ടിരിക്കുന്നത്. അപ്പം ഇടുക്കി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുള്ള എല്ലാ സമിതികളും ഇതിലെ പ്രതിനിധികളാണ് ഇതിനകത്ത് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ദേശീയ സേവാഭാരതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വി നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തും. രാഷ്ട്രീയ സ്വയംസേവക സംഘം ഇടുക്കി വിഭാഗ് സംഘചാലക് KN രാജു ജില്ലാ ഭാരവാഹി പ്രഖ്യാപനം നടത്തും. ജില്ലാ ജനറൽ സെക്രട്ടറി PG സന്തോഷ് കുമാർ, സേവാഭാരതി ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് മഞ്ജു സതീഷ്, റോബർട്ട് ജോസഫ്, ജില്ലാ സമിതി അംഗം MP ജയൻ, സംസ്ഥാന സംഘടനാ സെക്രട്ടറി KV രാജീവ്, ജില്ലാ IT കോർഡിനേറ്റർ D അച്യുത് തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ മഞ്ജു സതീഷ്, തങ്കച്ചൻ പുരയിടം, PN പ്രസാദ്, KR ജയമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. വീടെന്ന സ്വപ്നവുമായി കാത്തിരിക്കുകയാണ് കട്ടപ്പന അമ്പലക്കവലയിലെ വിധവയായ ഒരു വീട്ടമ്മ. കാവുമ്പടി നടുവത്താനിൽ തെയ്യാമ്മയാണ് നനഞ്ഞൊലിക്കുന്ന വീട്ടിൽ ദുരിതമനുഭവിക്കുന്നത്. 24 വർഷം പഴക്കമുള്ള വീട്ടിലാണ് നടുവത്താനിൽ തെയ്യാമ്മ കഴിയുന്നത്. കട്ടപ്പന നഗരസഭയിൽ PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിക്കുവാൻ അപേക്ഷ നൽകിയെങ്കിലും തന്നെ പരിഗണിച്ചിട്ടില്ലെന്നാണ് ഈ വീട്ടമ്മ പറയുന്നത്. മഴ പെയ്താൽ എല്ലാ മുറിയും ചോരും. മഴക്കാലമായാൽ വീട്ടിനുള്ളിൽ നിന്നും വെള്ളം കോരിക്കളയുകയാണ് പതിവ്. വീട്ടുപകരണങ്ങൾ നനയാതെ പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മൂടിയിരിക്കുന്ന അവസ്ഥ. 10 സെന്റ് ഉള്ളവർക്ക് പെരയില്ലെന്ന് മെമ്പർ പറഞ്ഞു. അത് പിന്നെ പെരയില്ല. പിന്നെ ഈ വെള്ളം എല്ലാം ഇറങ്ങി ചാടുന്ന ഈ ഓടയിൽ വരുന്ന വെള്ളം മുറ്റത്ത് ചാടാതെ കൂടെ അവിടെ എല്ലാം ഓടയായിരുന്നു. അതെല്ലാം നികത്തിയതായി കഴിഞ്ഞ 2 മാസം മുമ്പേ നികത്തി ഇട്ടിട്ട് പിന്നെ ഇത്രയും ഭാഗത്ത് ഓടയിലോട്ടായി വെള്ളം വന്നു. 10 സെന്റ് സ്ഥലമുള്ളത് കൊണ്ടാണ് വീട് ലഭിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം. നടുവിന്റെ അസ്ഥി അകലുന്ന രോഗം മൂലം കഷ്ടപ്പെടുന്ന ഇവർക്ക് PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ വീട് നിർമ്മിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. കൂടാതെ റോഡിൽ നിന്നും കുത്തിയൊലിച്ച് വീട്ടിലേക്ക് കയറുന്ന മഴവെള്ളം ഇവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. ദേശീയപാത 85-ൽ വാഹനാപകടം. വാളറ കാവേരിപ്പടിയിൽ കാറും പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ചു. രാവിലെ 9:30യോടെയായിരുന്നു അപകടം നടന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടിമാലി ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറും എതിർദിശയിൽ നിന്നും വരികയായിരുന്ന പിക്കപ്പ് ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് ലോറി മറിഞ്ഞു. കാറിൽ ഒരാളും പിക്കപ്പ് ലോറിയിൽ 2 പേരും യാത്രികരായി ഉണ്ടായിരുന്നു. പരിക്കേറ്റ ഇവരെ ഇരുമ്പുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അപകടത്തെ തുടർന്ന് ഇതുവഴി എത്തിയ മറ്റു വാഹന യാത്രികരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. കട്ടപ്പന വെള്ളയാങ്കുടിയിൽ ഹൈമാസ് ലൈറ്റ് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. ലൈറ്റിന്റെ മുകൾ ഭാഗത്തെ സ്റ്റാൻഡ് ഇളകിയതാണ് ഭീഷണിക്ക് കാരണം.
ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് വലയം കാറ്റിലിളകി ആടുന്നതോടെ ഏതു നിമിഷവും ഈ ഭാഗം നിലംപതിച്ചേക്കാം. കട്ടപ്പന വെള്ളയാംകുടി ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. 6 സെറ്റ് ലൈറ്റുകൾ നിലകൊള്ളുന്ന ഇരുമ്പ് വലയം പ്രധാന തൂണിൽ നിന്നും ഇളകിയതാണ് അപകട ഭീഷണി. കാറ്റ് വീശുന്നതോടെ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ മുകൾ ഭാഗം പൂർണ്ണമായും ഇളകിയാടുകയാണ്. ഏതു നിമിഷവും ഈ ഭാഗം നിലംപതിക്കാവുന്ന സ്ഥിതിയാണുള്ളത്. ഈ ഹൈമാസ്റ്റ് ലൈറ്റ് ഇവിടെ ഇളകി കിടക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. ഈ കാറ്റത്ത് സ്കൂളുണ്ട്, വിദ്യാർത്ഥികൾ പോകുന്നതാണ്, കടകളുണ്ട്, പിന്നെ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അധികാരികൾ ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട് അതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്ന് പറയുകയാണ്. സമീപത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ലൈറ്റിന് സമീപത്തായി ഓട്ടോ സ്റ്റാൻഡും വിവിധ വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു. ആളുകൾ ബസ്സിൽ കയറുന്നതിനുൾപ്പെടെ ഇവിടെയാണ് കാത്തു നിൽക്കാറ്. കാറ്റടിക്കുന്നതോടെ തൂണുമായി നിലവിലെ ബന്ധം കൂടി നഷ്ടപ്പെട്ടാൽ ലൈറ്റുകളിരിക്കുന്ന ഇരുമ്പ് വലയം പൂർണ്ണമായും നിലംപതിച്ചേക്കാം. ഇത് വലിയൊരു അപകടത്തിന് കാരണമാകും. അടിമാലി ടൗണിൽ പാതയോരത്തെ വ്യാപാരശാലകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളും ശിഖരങ്ങളും മുറിച്ചു നീക്കി തുടങ്ങി. ദേശീയപാത 185 പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്നാണ് മരങ്ങൾ മുറിച്ചു നീക്കി തുടങ്ങിയിട്ടുള്ളത്. പലയിടത്തും മരങ്ങളും ശിഖരങ്ങളും ചാഞ്ഞു നിൽക്കുന്നത് വ്യാപാരശാലകൾക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിലാണ് നടപടി. ദേശീയപാത 185 അടിമാലി മുതൽ പനംകുട്ടി വരെ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തിയിരുന്ന മരങ്ങളും ശിഖരങ്ങളും കഴിഞ്ഞ ദിവസം മുറിച്ചു നീക്കിയിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ അടിമാലി ടൗണിൽ പാതയോരത്തെ വ്യാപാരശാലകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളും ശിഖരങ്ങളും മുറിച്ചു നീക്കുന്ന ജോലികൾ തുടങ്ങിയിട്ടുള്ളത്. ദേശീയപാത 185 പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് മരങ്ങൾ മുറിച്ചു നീക്കി തുടങ്ങിയിട്ടുള്ളത്. അടിമാലി ടൗണിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ടൗണിലെ വിവിധ സ്ഥലങ്ങളിൽ ദുരന്തമായ സാഹചര്യമുള്ള മരങ്ങൾ റിമൂവ് ചെയ്യുന്ന നടപടികൾ പഞ്ചായത്ത് NH അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ടൗണുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന മരങ്ങളുടെ ജില്ലകൾ NHന്റെ അനുവാദത്തോടുകൂടി പഞ്ചായത്ത് വെട്ടിമാറ്റുന്നത്. തുടർ ദിവസങ്ങളിൽ NHുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സാഹചര്യത്തിൽ NHന്റെ നിൽക്കുന്ന മരങ്ങളും അതുപോലെ നമ്മുടെ 185 NHൽ നിൽക്കുന്ന മരങ്ങളും നാഷണൽ ഹൈവേയുടെ സഹായത്തോടുകൂടി മുഴുവൻ പ്രതിസന്ധി നിൽക്കുന്ന മുഴുവൻ മരങ്ങളും വെട്ടിമാറ്റുന്നുവെന്ന് അറിയിക്കുകയാണ്. പലയിടത്തും മരങ്ങളും ശിഖരങ്ങളും ചാഞ്ഞു നിൽക്കുന്നത് വ്യാപാരശാലകൾക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിലാണ് നടപടി. ദേശീയപാത 85 ടൗണിൽ ഹിൽഫോർട്ട് ജംഗ്ഷൻ ഭാഗത്തും മൺതിട്ടയ്ക്ക് മുകളിൽ ഏതു നിമിഷവും നിലംപതിക്കാവുന്ന നിലയിൽ മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ ഭാഗത്ത് വഴിയോര വിൽപ്പനശാലകൾ പ്രവർത്തിക്കുന്നതിന് പുറമെ വാഹനങ്ങളും മറ്റും ആളുകൾ നിർത്തിയിട്ട് പോകുന്ന സ്ഥിതിയുമുണ്ട്. ഈ മഴക്കാലം ആരംഭിച്ച ശേഷം അടിമാലി ടൗണിൽ മാത്രം മരം കടപുഴകി വീണ 3 അപകടങ്ങളാണ് സംഭവിച്ചത്. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. കുമളി സ്പൈസ് മോർ ട്രേഡിംഗ് കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 135, വിൽപ്പനയ്ക്ക് വന്നത് 34,953, വിൽപ്പന നടന്നത് 34,800. കൂടിയ വില 2,553, ശരാശരി വില 2,123. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ, ഏലം കൂടിയ വില 2,100, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 975, കൊക്കോ 100, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,815 രൂപ, വെള്ളി 97. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 5-അംഗ ഉപസമിതി പരിശോധന നടത്തി. സീപ്പേജ് വെള്ളത്തിന്റെ അളവ് രേഖപ്പെടുത്തിയതിനു പുറമെ ഷട്ടറുകളുടെ പ്രവർത്തനക്ഷമതയും ഉപസമിതി പരിശോധിച്ചു. നിലവിൽ അണക്കെട്ടിലെ ജലനിരപ്പ് 127 അടി പിന്നിട്ടു. തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ കാർഷികോൽപ്പന്ന ബ്രാൻഡായ സഖിയുടെ 2ാം ഘട്ട വികസന പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. സഹകരണ മേഖലയിൽ ഒരു സ്ഥാപനത്തെ എങ്ങനെ വളർത്തി വലുതാക്കാമെന്നതിന്റെ ഉദാഹരണമാണ് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ സഖിയ ബ്രാൻഡ് എന്ന് മന്ത്രി. പീരുമേട് പട്ടുമല ഹാരിസൺ പ്ലാന്റേഷൻ വക ഫാക്ടറിയിൽ തേയില സംസ്കരിക്കുന്ന മെഷീനിടയിൽപ്പെട്ട് തൊഴിലാളി മരിച്ചു. മരിച്ചത് പട്ടുമല എസ്റ്റേറ്റ് ലയത്തിൽ താമസക്കാരനായ രാജേഷ്.
കടുത്ത വരൾച്ചയ്ക്ക് പിന്നാലെ ശക്തമായ മഴയും കീടബാധയും കാർഷിക മേഖലയ്ക്ക് തിരിച്ചടി സമ്മാനിക്കുന്നു. രോഗബാധയും പ്രതികൂല കാലാവസ്ഥയും മൂലം ഏലച്ചെടികൾ നശിക്കുന്ന അവസ്ഥ. ഇതോടെ കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി ഏലം കർഷകർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.